നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദിയിൽ പുതുതായി 48 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 പേരാണ് മരിച്ചത്. 41 പേർ രോഗമുക്തി നേടി. ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മക്കയിൽ ആകെ 16 പേരാണുള്ളത്. മക്കയിൽ 14 രോഗികളുണ്ട്. മറ്റ് പ്രവിശ്യകളിലെ കണക്ക് ഇങ്ങനെ: കിഴക്കൻ പ്രവിശ്യ 4, മദീന 3, ജീസാൻ 3, അൽ ഖസീം 2, അൽ ജൗഫ് 1, വടക്കൻ പ്രവിശ്യ 1, തബൂക്ക് 1, ഹായിൽ 1, അസീർ 1, നജ്റാൻ 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഖത്തറിൽ 72 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 67 പേർ കൂടി രാജ്യത്ത് പുതുതായി രോഗമുക്തി നേടി. ആകെ 2,35,663 പേരാണ് ആകെ രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 45 പേർ സ്വദേശികളും 27 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 607 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഒളിച്ചോടുന്ന ജീവനക്കാരുടെ പാസ്പോർട്ട് സ്പോൺസർമാർ നാടുകടത്തൽ കേന്ദ്രത്തിൽ കൈമാറണമെന്ന് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമിർ അൽ അലി അൽ സബാഖ് നിർദ്ദേശിച്ചു. നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ എത്തുന്ന പലരെയും സ്വദേശങ്ങളിലേക്ക് തിരിച്ചയക്കാൻ വൈകുന്നത് പാസ്പോർട്ട് കൈവശം ഇല്ലാത്തതിനാലാണ്. സ്പോൺസർമാർ പാസ്പോർട്ട് പിടിച്ചുവെക്കുന്നതാണ് പ്രധാന പ്രശ്നം. സ്പോൺസറുടെ പക്കൽ നിന്ന് ഒളിച്ചോടിയെത്തുന്നവർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. ജീസാൻ വിമാനത്താവളത്തിൽ വീണ്ടും ഹൂതികളുടെ ഡ്രോൺ ആക്രമണം. ജീസാനിലെ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളത്തിലാണ് ആക്രമണം നടന്നത്. യമൻ സായുധ വിമത സംഘമായ ഹൂതികളാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ യാത്രക്കാരുൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകുന്നേരം വിദേശികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരുണ്ടായിരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. സൗദി അറേബ്യയിൽ അഴിമതി നടത്തിയതിനും കൂട്ടുനിന്നതിനും 9 മന്ത്രാലയങ്ങളിലെ സ്വദേശികളും വിദേശികളും അടക്കം 271 ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. ആഭ്യന്തര, പ്രതിരോധ, നീതി, ധനകാര്യ, രാജ്യസുരക്ഷ, ആരോഗ്യ, നഗരഗ്രാമകാര്യ, ഭവന, പരിസ്ഥിതി, ജല, വിദ്യാഭ്യാസ, മാനവശേഷി, സാമൂഹിക വികസന മന്ത്രാലയ ഉദ്യോഗസ്ഥരെയാണ് അഴിമതി വിരുദ്ധ സമിതി പിടികൂടിയത്. UAE-യിലെ എയർലൈൻ മേഖലയിൽ തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നു. 100 കണക്കിന് ഒഴിവുകളാണ് വിമാന കമ്പനികൾ ദിവസങ്ങൾക്കകം പ്രഖ്യാപിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് പ്രതിദിന കണക്കുകൾ കുറയുന്നതും സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം എമിറേറ്റ്സ് ഗ്രൂപ്പ് 3600 ഒഴിവുകളാണ് പ്രഖ്യാപിച്ചത്. ക്രൂ അംഗങ്ങൾ, എയർപോർട്ട് ജീവനക്കാർ എന്നീ ഒഴിവുകളാണ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചത്. ദുബായിലെ ഹബ്ബിലേക്കായിരുന്നു നിയമനങ്ങൾ മുഴുവൻ. ഷാർജയിലെ സ്വകാര്യ സ്കൂളുകളിൽ ഒക്ടോബർ 31 മുതൽ നേരിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പൂർണ്ണമായും ക്ലാസുകൾ നേരിട്ടുള്ള രീതിയിലേക്ക് മാറുകയെന്ന് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി അറിയിച്ചു. എമിറേറ്റിലെ ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് നടപടികൾ. വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ ജീവനക്കാരുമെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. അതേസമയം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഇളവുകൾ ഉണ്ടാകും. കുവൈറ്റിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യമൊരുക്കാനുള്ള നീക്കവുമായി സർക്കാർ. സ്വകാര്യ പങ്കാളിത്തത്തോടെ കമ്പനി രൂപീകരിക്കാനുള്ള കരട് നിർദ്ദേശം പാർലമെന്റിന് നിയമകാര്യ സമിതി അംഗീകരിച്ചു. നഗരങ്ങളിൽ വിപുലമായ സൗകര്യങ്ങളോടെ പണം നൽകിയുള്ള പാർക്കിംഗ് സംവിധാനം ഒരുക്കുകയാണ് നിർദ്ദിഷ്ട കമ്പനിയുടെ പ്രധാന ഉത്തരവാദിത്തം. കോവിഡ് മുൻകരുതൽ പാലിക്കാത്ത 135 പേർക്കെതിരെ അധികൃതർ നിയമ നടപടി സ്വീകരിച്ചു. ഖത്തറിൽ മാസ്ക് ധരിക്കാത്തതിന് 132 പേർക്കും ക്വാറന്റൈൻ വ്യവസ്ഥകൾ ലംഘിച്ചതിന് 2 പേർക്കുമെതിരെയാണ് നടപടിയെടുത്തത്. മൊബൈൽ ഫോണിൽ ഇൽത്രാസ് ഇൻസ്റ്റാൾ ചെയ്യാത്തതിന് ഒരാൾക്കെതിരെയും നടപടിയെടുത്തു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പണമയക്കാൻ പ്രവാസികളുടെ തിരക്ക്. 6 മാസത്തിനിടയിലെ ഉയർന്ന നിരക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വെള്ളിയാഴ്ച ഒരു ബഹ്റൈൻ ദിനാറിന് 197.70 രൂപയാണ് ഇടപാടുകാർക്ക് ലഭിച്ചത്. ഡോളർ കരുത്താർജിച്ചതും ക്രൂഡ് ഓയിൽ വില ഉയർന്നതുമാണ് രൂപയുടെ മൂല്യം ഇടിയാനുള്ള പ്രധാന കാരണം. വെള്ളിയാഴ്ച ഡോളറിനെതിരെ 20 പൈസ ഇടിഞ്ഞ് 74.99 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച ഡോളറിനെതിരെ രൂപ 19 പൈസ നേട്ടമുണ്ടാക്കിയെങ്കിലും വെള്ളിയാഴ്ച അത് തുടരാനായില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.